ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നറിയോ? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ഇതിൽ നിങ്ങളുടെ എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? യൂണിവേഴ്സിൽ നമ്മളെ സറണ്ടർ ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുവാനും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കണ്ടു, ഒത്തിരി സന്തോഷം. നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറഞ്ഞു തരുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് കുറേ പേർക്കൊക്കെ വാല്യൂ ആയിട്ട് വരും. കുറേ പേർക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ കാണാം. ഞാൻ പറഞ്ഞല്ലോ, പല എനർജീസ് ആണെന്ന്. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹീലാവണമെന്ന്. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യൂ. ഇപ്പോൾ കുറേ പേർക്ക് തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ ആവാം, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആവാം, എല്ലാം എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ പറയുന്ന കാര്യമൊക്കെ റെസിനേറ്റ് ആവും, കുറേ പേർക്ക് ആവില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പോസിറ്റീവിനെ എത്രത്തോളം നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നോ അതേപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സണും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമല്ലോ, അല്ലേ? എല്ലാവരും നമ്മുടെ റീഡിങ് കാണുമോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുകയോ ചെയ്യില്ലല്ലോ. പിന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പലരും പല എനർജി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അത് കിട്ടണമെന്നില്ല. അതിന് പേഴ്സണൽ റീഡിങ് തന്നെ വേണം. ഓരോരുത്തരുടെ എനർജി വെച്ചിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യാം. കോൾ ചെയ്യരുത് കേട്ടോ, വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേർക്ക് അവർ ഒത്തിരി നാളായിട്ട് അവരെ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി കാണിച്ചു. കുറേ പേര് മെസ്സേജൊക്കെ ചെയ്തു. അത് നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ പേഴ്സണെ നമ്മളെ സ്നേഹിക്കണമെന്നില്ലല്ലോ, അല്ലേ? ഒത്തിരി പേരെ എനർജി ഞാൻ പറയുന്നത് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ സ്നേഹിക്കുന്ന അതേ ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്ന അതേ ഒരു എനർജി, ആ വൈബ്രേഷൻ അവർക്കും നമ്മളിലേക്ക് വരണമെന്ന് പറയില്ലേ, അത് വേണം. അപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഇത്തിരി നല്ല ഡിസ്റ്റൻസിൽ നിൽക്കുന്നവരുണ്ടാവും, 1 year ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ആ കാര്യം സാധിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഒരേ കാര്യം തന്നെ ദിവസവും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വേണം കേട്ടോ. യൂണിവേഴ്സിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക. എന്നിട്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേര് എന്നെ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കത് സാധിക്കുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം 100% നടക്കുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ വിശ്വസിക്കണം. എത്ര നടക്കാത്ത കാര്യവും നടക്കും, ഉറപ്പാണ്. കാരണം നമ്മൾ എത്രമാത്രം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവോ, എത്രമാത്രം ആ കാര്യം നടക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുവോ, ആ കാര്യം യൂണിവേഴ്സ് നമ്മളിലെത്തിക്കും, ഉറപ്പാണത്. ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. ആ സമയമെടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിലേക്കും ഈ പോസിറ്റീവ്സ് എല്ലാം എത്തണ്ടേ. അവരും ഇതുപോലെ ഒരു ഹീലായി പോകണ്ടേ. അവർക്കുള്ള മുറിവുകളാ എന്തെങ്കിലും ആയാലും അത് ഹീലായി പോകണ്ടേ. എന്നാലല്ലേ രണ്ടുപേരുടെയും എനർജി ഒരുപോലെ വരുമ്പോഴല്ലേ അവർക്ക് നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും തോന്നുക, അല്ലേ? അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് വിഷമിക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ വിഷമിക്കരുത്. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും വ്യത്യാസമാണ്, അത് മനസ്സിലാക്കുക ആദ്യം. അവർ ജീവിച്ച ചുറ്റുപാട്, ഇപ്പോൾ അവർ നേരിട്ട് കൊണ്ടുവന്ന പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ലേ. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും. ഒരു കർമ്മ തീരേണ്ട ഒരു സമയം വരും.
അത് കഴിഞ്ഞാലേ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുറച്ച് ഉത്തരവാദിത്തമുള്ള പേഴ്സൺസിനൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞിട്ട്, നിങ്ങളെ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ ഇവിടെ പറയുന്നത്, നിങ്ങളെ ഇഷ്ടമുണ്ട്. ചിലവർ പറഞ്ഞു ഞാൻ എത്ര ഇതായിട്ടും അവരെന്നെ എന്താ ആട്ടി ഓടിക്കാന്നോ സംതിങ് അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടു. നമ്മളെ വേണ്ടാന്ന് വെച്ചാൽ അത്രയും നമ്മൾ സ്നേഹിച്ചിട്ടും വേറെ ആൾക്കാരുടെ കൂടെ പോവുക, എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത, എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി. ഞാൻ പറയുന്നത് നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കൂ. നിങ്ങൾക്കുള്ളതാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. കേൾക്കുന്നുണ്ടോ? നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക. നമ്മൾ കൊടുക്കുന്ന സ്നേഹം 100% കൊടുക്കുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ളത് നിങ്ങളിൽ എന്നെ വന്നു ചേരും. അതിനൊരു കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അതാ തീരാതെ എത്താൻ പറ്റില്ല. മാനിഫെസ്റ്റ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻ്റ്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എല്ലാം നമ്മളിൽ നിന്ന് പോകണം. നമ്മൾ മനുഷ്യന്മാരാണ്. പലതും ഇപ്പം ഞാനായാൽ പോലും നമുക്കും പെട്ടെന്ന് വിഷമങ്ങൾ വരും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളാരും ദൈവമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അത് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നാണ് മെയിൻ കാര്യം. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്ക് ആ കാര്യം സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന കരിയർ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അതെന്നിലേക്ക് വരും. ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ദൈവത്തിൽ. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചോളൂ. നിങ്ങൾ പറയുക ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ നടന്നുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. എന്നിൽ കുറവുകളുണ്ട് ദൈവമേ. യൂണിവേഴ്സ്, എന്നിൽ ഒത്തിരി കുറവുകളുണ്ട്. ഞാനെല്ലാം തികഞ്ഞൊരു പേഴ്സൺ അല്ല. എന്നെ നീ സൃഷ്ടിച്ചപ്പോഴും എന്നെ നീ ഭൂമിയിലേക്ക് അയച്ചപ്പോഴും ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നീ എന്നെ ഇന്ന് ഈ നിലയിൽ, ഇപ്പോൾ നിങ്ങളെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇവിടെ വരെ എത്തിച്ചത്. നിനക്കറിയാം ഞാൻ എന്താന്ന്. ആ എന്നിൽ നീ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം. എന്തൊക്കെ നെഗറ്റീവ്സ് എന്നിൽ വരുന്നുണ്ടോ, ഇപ്പോൾ വ്യക്തികളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമല്ലോ, അതായിക്കോട്ടെ, അതൊക്കെ റിമൂവ് ചെയ്ത് പോകണം. നല്ല ചിന്തയോട് കൂടിയിട്ട്, നല്ല പ്രവൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൈക്കുമ്പിളിൽ തന്നെ കൊണ്ടു തരുന്ന ഉറപ്പാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സത്യസന്ധമായിരിക്കണം കേട്ടോ. ഒരു വാശിക്ക് വേണ്ടി ചെയ്യരുത്. വാശിക്ക് വേണ്ടി ചെയ്യരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറൊക്കെ നിങ്ങൾക്ക് വാശിക്ക് വേണ്ടി ചെയ്യാം. സ്നേഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊരു വാശിയാവരുത്. നിങ്ങൾക്ക് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒത്തിരി പേർക്ക് അവർ അകന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അത് യൂണിവേഴ്സ് തരുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, അവരെ മുന്നിൽ നിൽക്കണം, അതൊരു വാശി വേണം. അതൊരു പാഷനേറ്റായിട്ട് നമ്മൾ ചെയ്യണം. എന്നാൽ സ്നേഹം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് നമുക്ക് അത്ര വാല്യൂ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് വാശിക്ക് വേണ്ടിയിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നോ, നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ, അത് അടിസ്ഥാനമായിട്ടാണ് നമുക്കും ആ പേഴ്സണിൽ നിന്ന് സ്നേഹം വീഴുക. അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ടൈം എടുക്കും. കാരണം നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കാനായിട്ട് ടൈം എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നല്ല ചിന്തയോട് കൂടിയിട്ട്. ഞാനാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസവാക്ക് നൽകാൻ പറ്റുമെങ്കിൽ അത് പുണ്യമായിട്ട് കരുതുന്നൊരു വ്യക്തിയാണ്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാലേ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അതിന് ആരുടെ പെർമിഷൻ ആവശ്യമില്ല, അല്ലേ? നിങ്ങളതുപോലെ ചെയ്യൂ. നിങ്ങളെ വിഷമിപ്പിക്കുന്നവർ, നിങ്ങളെ ദ്രോഹിക്കുന്നവർ, നിങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയുന്നവർ, ആ നെഗറ്റീവ്സിനെയൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്യുക. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറപ്പാണ് നമ്മൾ എത്രത്തോളം
നമ്മുടെ മനസ്സിൽ നമ്മൾ നന്മ ചെയ്യുന്നു, അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ദൈവം കൊണ്ട് തരും. ഉറപ്പാണത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യവും നിങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അവർ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അവർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ എനർജിയും കൂടി ഇതിൽ വരുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. വോയിസ് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, ശരിയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കിങ് ഓഫ് കപ്സ് കാർഡാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. എന്താണ് കിങ് ഓഫ് കപ്സ് കാർഡ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. അവര് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങളുടെ പ്രസൻറ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കണം എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ പേഴ്സണലുമായിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവരൊത്തിരി ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ രാവും പകലുമില്ലാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇന്ന് രാവിലെ കൂടെ അവർ എണീക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ്. അടുത്ത കാർഡ് എന്താണെന്നറിയോ? ടവർ എനർജിയാണ്. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇതുവരെ കെട്ടിപ്പടുത്ത് വെച്ച ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ അവർ കുറേ കാലങ്ങളായിട്ട്, ഇപ്പോൾ നിങ്ങളോട് എന്നോട്ട് നോട്ട് കോണ്ടാക്ട്സ് ആയോ എന്ന് എനിക്കറിയില്ല, അന്ന് മുതലോ അതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആവുള്ളൂ, എൻ്റെ പേഴ്സൺ എത്രത്തോളം പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെയാണെന്ന് അവർ നിങ്ങളെ തന്നെ ഒന്ന് ഒരു എന്താ പറയുക വിലയിരുത്തി വെക്കില്ലേ? അവരിതാവുമ്പോൾ ആളുടെ കൺസെപ്റ്റിൽ നിങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കഴിവുണ്ട്, അവരൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, നിങ്ങളൊരു കുഞ്ഞിനെ പോലെയൊക്കെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. കുറച്ചൊക്കെ അവർ അതിൽ സന്തോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. എന്നാൽ ചില സമയത്ത് അവർ ചിന്തിക്കും, നിങ്ങൾ എന്തൊരു ബോൾഡ് ആവാണ്ട് ബിഹേവ് ചെയ്യുന്നത്, എന്താ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു മിഥ്യാധാരണ. നിങ്ങൾ ഇതാണ്, നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, ഞാൻ ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക, ഞാനും അവരും തമ്മിലുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക, അവരെന്തപ്പോൾ ഗ്യാപ്പ് വന്നപ്പോൾ എന്തിനാ അവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. ചിലവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അവരോട് സ്നേഹമുണ്ട്, അവരോട് കരുതലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്താ അവരിങ്ങനെ ചേസ് ചെയ്യണേ? ഞാൻ ഒരു കാര്യം പറഞ്ഞതല്ല അവരുടെ അടുത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ അതിനാണിപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ അവരത് മനസ്സിലാക്കാതെ? അങ്ങനെയൊക്കെ അവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറി എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ടവർ എനർജി കണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിച്ച കാര്യങ്ങളെല്ലാം മാറി. അങ്ങനെയല്ല നിങ്ങളെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. നിങ്ങൾക്കൊരു വാല്യൂ ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട്. അവർ ചിന്തിച്ചേക്കാളും 10 മടങ്ങ് ഉയരത്തിലാണ് നിങ്ങളിപ്പോൾ. അവരെന്ന വ്യക്തിയുടെ ഈഗോ മാറ്റിക്കൊടുത്തത് നിങ്ങളാണ്. എല്ലാം അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നിരുന്ന ഒരാൾ എന്നൊക്കെ അവർക്കൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ അവരില്ലെങ്കിലും എനിക്കിപ്പോൾ നിലനിൽക്കാൻ പറ്റും, അവരില്ലെങ്കിലും എനിക്കത് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നിങ്ങളിപ്പോൾ ചേസ് ചെയ്യാനൊന്നും പോകണില്ല, മെസ്സേജ് ചെയ്യാൻ പോകണില്ല, കോണ്ടാക്ട് ചെയ്യാൻ പോകണില്ല, ഒന്നിനും പോകണില്ല. അവർ വരുമ്പോൾ വരട്ടെ എന്നൊരു മൈൻഡോട് കൂടി നിങ്ങളിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അവർക്ക് ഇഷ്ടമുണ്ട്? ഉണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കർമ്മ എന്ന് പറയില്ലേ, നിങ്ങൾ എന്താണോ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ചെയ്തത്, കഴിഞ്ഞു പോയ ഒരു കുറച്ച് കാലമായിട്ട് ചെയ്ത്, അതിൻ്റെ ഫലം രണ്ടുപേരും അനുഭവിക്കും കേട്ടോ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഹീലായി വരാൻ ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫാമിലി ഉണ്ടാവാം, കൊളീഗ്സ് ഉണ്ടാവും, വർക്ക്, ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്ത് പോണ കാര്യങ്ങളാണ്. അത് ഓരോരുത്തരുടെ എനർജിയും നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്നാൽ അവരൊരു ജസ്റ്റിസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 3rd കാർഡ് കണ്ടോ? നിങ്ങളിലേക്കൊരു ബാലൻസ് കൊണ്ടുവരണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെന്താണെന്നറിയോ? ആ കർമ്മ തീരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്.
നിങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ട്. അത് തീരാനായിട്ട്, അത് ഹീലായി പോകാനായിട്ട് തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് തന്നെ എത്തും തന്നെയാണ് ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. ബാലൻസ് വരും, ഉറപ്പാണ്. 5 ഓഫ് വാണ്ട്സ് കാർഡ് കണ്ടോ? 5 ഓഫ് വാണ്ട്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാലേ, നിങ്ങൾ ഈ ഒരു ട്രോമയിൽ കൂടെ പോയപ്പോൾ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കോമ്പറ്റീറ്റർ ആവണം, അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റണം. അവർ തിരിച്ചറിയണം ഞാൻ അവരുടെ മനസ്സിൽ ഒന്നുമല്ലാത്തൊരു പേഴ്സൺ ആയിപ്പോയി. അതല്ല ഞാൻ ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഞാൻ ആയിട്ടേ അവർ മുന്നിലിങ്ങി പോയി നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്തേക്കാണ് ഇപ്പോൾ. എന്നെ ഒന്നുമല്ലാന്ന് തള്ളിപ്പറഞ്ഞ ചിലരുടെ എനർജിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനെന്ന വ്യക്തി കൊടുത്ത സ്നേഹം മനസ്സിലാക്കാതെ എന്നെ തള്ളിപ്പറഞ്ഞ, ആരുടെയൊക്കെ വാക്കുകൾ കേട്ട് എന്നെ തള്ളിപ്പറഞ്ഞ, നിന്റെ മുന്നിൽ ഞാൻ നിനക്കൊപ്പമായിട്ട് വന്ന് നിൽക്കും. അതൊരു ചലഞ്ച് പോലെ നിങ്ങളെ ഏറ്റെടുത്തേക്കാണ്. നിങ്ങളെ സഹായിക്കാനായിട്ട് ഏഞ്ചൽ കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഏഞ്ചൽ രൂപത്തിൽ മനുഷ്യന്മാരും ആവാം കേട്ടോ. നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല, നമുക്ക് അവരെ സാന്നിധ്യം അറിയാൻ പറ്റും. ചിലപ്പോൾ ഓരോ വ്യക്തികളായിട്ടായിരിക്കും നമ്മളെ സഹായിക്കാൻ വരിക. മനസ്സിലായോ? ഓരോ പേഴ്സൺസ് ആയിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്ക് വരും, നമുക്ക് ആശ്വാസം പകരാൻ വരും. നീ ഇത് ചെയ്തോളൂ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ വരും. ആരുമാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ടോ? ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ തന്നെയാണ് പറയുന്നത്. ഒരു വാശി വേണം, ആ കാര്യത്തിൽ വാശി വേണം. അവരുടെ മുന്നിൽ അവർക്കൊപ്പം നിൽക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ തളർന്ന് ഒരു മൂലയ്ക്ക് പോയിരിക്കാനാണോ? ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരിക്കാനാണോ? നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ ധൈര്യത്തോടു കൂടി അഭിമുഖീകരിക്കണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്താണ് ആവശ്യം? സ്നേഹം ആവശ്യമാണ്. നമ്മുടെ ലൈഫ് എൻഡ് വരെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരു സ്നേഹം ആവശ്യമാണ്. ആ സ്നേഹം നിങ്ങളിലേക്ക് വരും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളോട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും, ഓരോ താല്പര്യങ്ങളുണ്ടാവും. നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കൂ എന്ന് തന്നെയാണ് 5 ഓഫ് വാണ്ട്സ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ കുറേ പേരൊക്കെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, അവരുടെ മുന്നിൽ ഒരാളായി കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ നെക്സ്റ്റ് കാർഡ് എന്താ? ലവേഴ്സ് കാർഡാണ്. രണ്ടുപേരും പരസ്പരം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് 100% ഷുവറാണ് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അവർ എന്തെങ്കിലും വിഷമത്തിലേക്ക് പോകുമ്പോൾ, അവർക്ക് ചുറ്റുമുള്ള ആരെങ്കിലും നിന്നൊരു വിഷമം നേരിടുമ്പോഴാണ് എൻ്റെ പേഴ്സൺ എന്തായിരുന്നു എന്നവർ തിരിച്ചറിയുന്നത്. എന്നാൽ അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരു സമയം വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടുപേരും ഹീലാവണം. അവരുടെ എനർജി നിങ്ങളുടെ എനർജി ഒരുപോലെ ആവണം. എന്നാൽ നെക്സ്റ്റ് കാർഡ് നോക്കിയേ, ഡെത്ത് ആൻഡ് റീബർത്താണ്. എന്താ? നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും കർമ്മകളും അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെയാണ്. ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുതിയ തുടക്കം, ഒരു ചേഞ്ച് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് വരേക്കും നിങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചു, ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുടെ വാല്യൂ ഒരു പടി ഉയർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അവർ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ, അവരുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവും തമ്മിൽ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങൾ എന്താ പറയുക, അവർക്ക് മുന്നിൽ ഒരു പടി മേലെ തന്നെയാണ് നിൽക്കുന്നത്. അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരെത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വാശിയൊക്കെ എന്നോടുള്ള സ്നേഹമായിരിക്കാം അല്ലേ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അവർ ചിന്തിക്കുകയാണ്, എൻ്റെ പേഴ്സൺ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ അവരെന്ന് ഇങ്ങനെയെങ്കിലും ഒരു ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? അത് അവർക്ക് നന്മ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്തുകൊണ്ടും കുറച്ച് നാളും കൂടി നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന പേഴ്സണും കൂടിയുണ്ട് ഇവിടെ.
മനസ്സിലായോ? എന്നാൽ നെക്സ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ്. അതെന്താ കാണിക്കുന്നത്? നിങ്ങൾ ഇന്നസെൻ്റ് ആയിട്ടൊരു പേഴ്സണാണ്. നിങ്ങളൊരു പാവം പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾ. എന്നാൽ ഒരു മനസ്സലിവുള്ള പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങൾ. നിങ്ങളിലേക്ക് പുതിയ തുടക്കം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ഒരു അവേക്കനിങ് വരാൻ പോകുന്നു, പുതിയ തുടക്കം വരാൻ പോകുന്നു. നിങ്ങളെല്ലാം ചെയ്യാനായിട്ട്, എന്തു ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കറേജ് യൂണിവേഴ്സ് തന്നെ കൊണ്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. അത് അവർക്കറിയാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താ, ഒരു കറേജ് എവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരിറങ്ങി പ്രവർത്തിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പണ്ടത്തെ പോലെയല്ല, അവർ ഭയങ്കര ബോൾഡായിട്ട് പ്രവർത്തിക്കുന്നു. അതിലവർ അഭിമാനം കൊള്ളുന്നതായിട്ടാണ്. രാവിലെ ആയാലും അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർ. യൂണിവേഴ്സ് അതാ പറയുന്നത്, അവരെ മനസ്സിൽ ഒരു നോക്ക് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് എൻ്റെ പേഴ്സണെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷമത്തിന് എനിക്കൊരു ആശ്വാസമാവും. എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് എപ്പോൾ എന്നോട് മിണ്ടാൻ തോന്നുന്നു അപ്പം മിണ്ടിക്കോട്ടെ. എന്നാൽ എനിക്കൊന്ന് കാണണം അവരോട്, ഒരു നോക്ക്, അവരെ കണ്ണിലേക്ക് എനിക്ക് നോക്കണം. അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ, ഒരു നോക്ക് എനിക്ക് കാണണമെന്ന്. ഒന്നും വേണ്ട, എത്ര ശത്രുവായാലും മിത്രമായാലും നമ്മൾ ചിന്തിക്കില്ലേ, എനിക്ക് അവരൊന്ന് കാണണം. അതുപോലെ അവരൊന്ന് ചിന്തിക്കുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. ഇവിടെ കുറച്ച് പേര് എനർജി നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് കാണണം? എന്നെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു പേഴ്സണെ ഞാൻ എന്തിനാ കാണണേ? ഞാൻ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ഒരു നോക്ക് കാണാനായിട്ട് തോന്നിയില്ല അവർക്ക്. ഞാൻ എത്ര ആഗ്രഹിച്ചതാ അവരെ കാണാനായിട്ട്. എന്നിട്ട് ഇവർക്ക് ഇപ്പോൾ കാണണമെന്നോ പറയണേ? അങ്ങനെ ഇപ്പം എന്നെ കാണണ്ട. അങ്ങനെ ചിന്തിക്കുന്ന എനർജീസ് ഉണ്ട് ഇവിടെ. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല യൂണിവേഴ്സ് ചിന്തിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അവർ തമ്മിൽ ഒന്ന് കാണും കേട്ടോ. കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടെ. കാരണം അത്രത്തോളം ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് കാർഡാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്. എന്താ പേജ് ഓഫ് വാൻസ് കാർഡ്? എന്നെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിച്ചത് എൻ്റെ യൂണിവേഴ്സ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് എനിക്കുണ്ടാവുന്ന ആ ഒരു കറേജ്, എനിക്ക് സംഭവിച്ച ആ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഇന്ന് തന്നത് എൻ്റെ യൂണിവേഴ്സാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് കരുതുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോവും, പക്ഷേ ഞാൻ കരുതിയിരിക്കുന്ന എവിടെയെങ്കിലും ഞാൻ എത്തണം. എൻ്റെ കരിയറായാലും എഡ്യൂക്കേഷനായാലും എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ഞാൻ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ എന്ന് തന്നെയാണ് പേജ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രാപ്തയാക്കാൻ അല്ലെങ്കിൽ പ്രാപ്തനാക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഏഞ്ചലിനെ നിങ്ങൾക്കായിട്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. 5 ഓഫ് പെൻറ്റക്കിൾ കാർഡ് എന്താണെന്നറിയോ? അത് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൺസിലെ കുറച്ച് പേരെ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അവർ പുതിയ തുടക്കമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ബിസിനസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ലോസൊക്കെ വരില്ലേ? അതൊന്നും പേടിക്കേണ്ട കേട്ടോ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മൾ മുന്നേറാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് അതിനുള്ളൊരു സോഴ്സ് ഉണ്ട്. അത് എത്തിപ്പിടിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങളവിടെ തളർന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഫിനാൻഷ്യലിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളിപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ അതുണ്ട്. നിങ്ങളൊന്ന് ഇറങ്ങി ആ ഡോർ ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. ആ ഡോറിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് നിങ്ങൾക്കുള്ള ആ ഫിനാൻഷ്യൽ സ്ട്രഗിൾ തീർക്കാനുള്ള കാര്യം അവിടെ ഉണ്ട്.
അത് നിങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട പേഴ്സൺ അല്ല, നിങ്ങൾ ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുക. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നിങ്ങൾക്ക് നന്മ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നല്ല ചിന്തയോടുകൂടി പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. 6 ഓഫ് പെന്റക്കിൾ കാർഡ് കണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്നും സഹായം വരുന്നുണ്ട്. നിങ്ങൾക്ക് 2 വഴികളിൽ നിന്ന് സഹായം വരുന്നു. ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സഹായം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ പുതിയ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം, എവിടെ നിന്നോ ഒരു ഇൻകം വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ട്. ഒരു സഹായം, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് സഹായം വരുന്നുണ്ട്. അത് ഏത് രൂപേണയാകാം. ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സണ് ആശ്വാസം നൽകാനായിട്ട് ഒരു വ്യക്തികൾ വരില്ലേ, അങ്ങനെയുമാകാം. അങ്ങനത്തെ എനർജീസ് ഉണ്ട്. എന്നാൽ ഒത്തിരി പേരുടെ എനർജി ഇപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് സഹായം കൊണ്ടുതരും തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സാലറി കുറവായിരിക്കുന്ന ആ സിറ്റുവേഷനാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറിനുള്ളതെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഏഞ്ചൽ വരുന്നു, നിങ്ങൾക്ക് സഹായഹസ്തവുമായിട്ടൊരു ഏഞ്ചൽ വരുന്നു. അത് പേഴ്സൺസും ആവാം, അവിടെ യൂണിവേഴ്സ് പ്രവർത്തിക്കും. അതും ആവാം എന്നിവിടെ കാണിക്കുന്നു. നിങ്ങൾ ദ ഹാങ്മാൻ ആണ് നെക്സ്റ്റ് കാർഡ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് തുടങ്ങി. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, എന്നിട്ട് എന്നെ ദൈവം അനുഗ്രഹിക്കാത്തേ, അങ്ങനെ ചിന്തിച്ചിരുന്ന എനർജീസ് ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ കുറേ പേരൊക്കെ ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ തന്നെ നിനക്ക് ഞാൻ തരാണ് കേട്ടോ യൂണിവേഴ്സ്, എന്നെ തന്നെ ഞാൻ നിനക്ക് തരാണ്. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എന്നെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കണം. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു, എന്നെ നീ പുതിയൊരു മനുഷ്യനാക്കി തീർക്കണം എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്തായിട്ടാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം അറിയുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അറിഞ്ഞിട്ട് അവരൊത്തിരി ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ. നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് അവരും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളിനി സന്തോഷിക്കാൻ പോവുകയാണെന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്ന നിമിഷം, ഞാൻ പറഞ്ഞല്ലോ അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന്, ആ സമയത്ത് നിങ്ങൾ പുറമെ കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം സന്തോഷിക്കും. ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളെ കാണണം. നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് എനിക്കൊന്ന് കാണുന്നുണ്ട്, ഞാൻ എന്നാലും വിട്ടുകൊടുക്കൊന്നുമില്ല, എനിക്കെന്ത് കാണണം എന്നൊക്കെ ഉണ്ട്, ഞാൻ മൈൻഡ് ചെയ്യില്ല കണ്ടാലും. അങ്ങനെ ചിന്തിക്കുന്ന എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നു. ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് ഒരു സാഹചര്യം യൂണിവേഴ്സ് അതൊരുക്കി തരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ബോട്ടം ഓഫ് ദി ഡെക്കാണ്. അതെന്താ കാണിക്കുന്നതെന്നറിയോ? 8 ഓഫ് പെന്റക്കിൾ കാർഡാണ്. 8 ഓഫ് പെന്റക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഇപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ ബെസ്റ്റ് പറയില്ലേ, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ തളരാൻ പാടില്ല എന്ന് തന്നെയാണ് നിങ്ങളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കാർഡ്, അവരുടെ മുന്നിൽ എന്നെ ബുദ്ധിയില്ലാത്തവെന്നോ കഴിവില്ലാത്തവെന്നോ എങ്ങനെയൊക്കെ അവർ കരുതിയിട്ടുണ്ടോ, അവരുടെ മുന്നിൽ ഞാൻ ഇന്ന് നോക്കിക്കോ, അവർ ചിന്തിക്കുന്നതിന് മേലെ ഞാൻ പോവും. അതിനേക്കാളും ഒരു നല്ലൊരു പേഴ്സണായിട്ട്, കഴിവില്ലാത്ത പേഴ്സൺ അവർ ചിന്തിച്ചിട്ടുണ്ടോ, അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ വാശിയോടുകൂടി പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വർക്കിൻ്റെ കേസാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രോഗ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒത്തിരി പേഷ്യൻ്റായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി സമാധാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഹീലാകുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും ഡിറ്റർമിനേഷനൊക്കെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ മക്കൾ തന്നെയാണ്, യൂണിവേഴ്സിൻ്റെ കുട്ടികൾ തന്നെയാണ്. നമ്മൾ
എത്ര വലുതായാലും നമ്മൾ ആരാണ് നമ്മുടെ അമ്മയ്ക്ക് അച്ഛനും? നമ്മൾ കുഞ്ഞു മക്കളാണ്. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും നിങ്ങൾക്ക് ആരാണ്? യൂണിവേഴ്സിൻ്റെ മക്കളാണ്. മക്കൾ തെറ്റ് ചെയ്യുമല്ലോ, അത് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. നിങ്ങളെ നേർവഴിക്ക് നടത്തുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. അത് നിങ്ങളെ നഷ്ടപ്പെടുത്താനല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളെ തന്നെ നേടിയെടുക്കാനാണ് യൂണിവേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സ്റ്റാൻഡിൽ നിൽക്കാനാണ് പറയുന്നത്, ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തുന്ന ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോഴേക്കും നിങ്ങളുണ്ടായ ആ കർമ്മ എൻഡാവും. നിങ്ങൾ തല ഉയർത്തി നിന്നിട്ട് അവരോട് നേർക്ക് നേർ സംസാരിക്കാനായിട്ട് പ്രാപ്തരാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങൾക്ക് വാല്യൂഡായി തുടങ്ങും. എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. ഒത്തിരി സ്നേഹത്തോടെ, നിംസ്.